സ്വാമി ശരണം എന്ന് വിളിക്കേണ്ടിടത്ത് ഇപ്പോൾ കേരള ജനത വിളിക്കുന്നത് പിണറായി ശരണം എന്നാണ്. കാരണം ഭക്തിയുടെ പേരിൽ പോലും ഇത്രയും വൃത്തിയായി കൈയിട്ട് വരുന്നൊരു ടീമിനെ ലോക ചരിത്രത്തിൽ വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? അയ്യപ്പന്റെ മണ്ണായ പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം ഇപ്പോൾ ഒരു ആഗോള അഴിമതി സംഗമമായി മാറിയിരിക്കുകയാണ്. സാധാരണക്കാരൻ ശബരിമലയിൽ പോയി ഒരു നേർച്ച ഇടുമ്പോൾ അത് വികസനത്തിന് ഉപയോഗിക്കുമെന്ന് കരുതും. എന്നാൽ ഇവിടെ ആ പൈസ കൊണ്ട് മുഖ്യമന്ത്രിക്ക് 1 ലക്ഷത്തിന്റെ കട്ടിൽ വാങ്ങിയിരിക്കുന്നു. ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഓഡിറ്റർ പോലും അന്തം വിട്ടിരിക്കുകയാണ്. 30,000 പേർക്ക് ഭക്ഷണം കൊടുത്തു എന്ന് ബില്ല് എഴുതിയിട്ട് കഴിച്ചത് വെറും 500 പേർ. ബാക്കി വന്ന ഭക്ഷണം തമിഴ്നാട്ടിലെ കുപ്പത്തൊട്ടിയിൽ. എന്തൊക്കെയാണ് സത്യത്തിൽ പമ്പയിൽ നടന്നത്? ആരാണ് ഈ കൊള്ളയുടെ ഗുണഭോക്താക്കൾ? കാണാം കേരളം ഞെട്ടുന്ന ആ കള്ള കണക്കുകളും അതിന് പിന്നിലെ ചില രഹസ്യങ്ങളും. അപ്പൊ നമുക്ക് നേരെ ആദ്യം തന്നെ കണക്കുകളിലേക്ക് കടക്കാം. ഒരു സർക്കാർ പരിപാടി നടത്തുമ്പോൾ സാധാരണയായി എന്താണ് ചെയ്യുക? പത്രത്തിൽ പരസ്യം നൽകും, കൊട്ടേഷൻ ക്ഷണിക്കും, ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് മികച്ച രീതിയിൽ പരിപാടി നടത്തുന്നവർക്ക് കരാർ നൽകും. ഇതാണല്ലോ നിയമം. എന്നാൽ ഇവിടെ നിയമമൊക്കെ കാറ്റിൽ പറത്തി. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സകല കരാറുകളും നൽകിയത് ഊരാളുങ്കലിന് കീഴിലുള്ള ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്കാണ്. ടെൻഡർ ഇല്ല, സുതാര്യതയില്ല. പോരാത്തതിന് ഈ കമ്പനിക്ക് നൽകിയത് വെറും കരാർ തുക മാത്രമല്ല, ടിപ്പായി 10% അധിക തുക കൂടി നൽകി. സർക്കാരിന്റെ സ്വന്തം പണം ഇങ്ങനെ വാരിക്കോരി നൽകാൻ ഇതെന്താ പിണറായി വിജയന്റെ കുടുംബ സ്വത്താണോ? ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ഇടപാടുകളൊക്കെ നടന്നത്. ഊരാളുങ്കലിനെ സഹായിക്കാൻ വേണ്ടി മാത്രം നിയമങ്ങൾ വളച്ചൊടിച്ചപ്പോ ദേവസ്വം ബോർഡ് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത്. ഇത് കേവലം അഴിമതിയല്ല, മറിച്ച് ആസൂത്രിതമായ ഒരു കൊള്ളയാണ്. എത്ര കൊള്ളയടിച്ചിട്ടും ഇവന്മാർക്കൊന്നും മതിയാകുന്നില്ല എന്നാണ് ചിന്തിക്കുന്നത്. ഓഡിറ്റ് റിപ്പോർട്ടിൽ ഏറ്റവും രസകരമായ ഭാഗം ഒരു ഭജനയെ കുറിച്ചാണ്. 1.5 മണിക്കൂർ നേരത്തെ ഒരു സംഗീത പരിപാടി. അതിന് നൽകിയ പ്രതിഫലം എത്രയാണെന്ന് അറിയാമോ? 8 ലക്ഷം രൂപ. ഓഡിറ്റർ ചോദിച്ചു, ഇത്രയും വലിയ തുക എന്തിനാണ് നൽകിയത്? ദേവസ്വം ബോർഡിന്റെ മറുപടി, അയ്യോ അത് പേര് മാറിപ്പോയതാണ്. അതായത് ഭജന നടന്നിട്ടില്ല. നന്ദഗോവിന്ദം ഭജൻസിന് നൽകേണ്ട പണം ഇഷാൻ ദേവിന് നൽകി എന്നാണ് ഇപ്പോൾ പറയുന്നത്. സഖാക്കളെ, പേര് മാറിയാലും തുക മാറില്ലല്ലോ. 1.5 മണിക്കൂർ പാടി ഇതിന് 8 ലക്ഷം രൂപ നൽകാൻ ഇതെന്താ ഹോളിവുഡ് ഷോയാണോ? GST ബില്ലുകൾ പോലും ഇല്ലാതെയാണ് ഈ പണം കൈമാറിയിരിക്കുന്നതും. ഭക്തിയുടെ പേരിൽ പണം തട്ടാൻ ഇതിലും വലിയൊരു അവസരം വേറെയുണ്ടോ? അതായത് നടക്കാത്ത ഭജനയ്ക്കാണ് 8 ലക്ഷം. ശബരിമലയിൽ വരുന്നത് അയ്യപ്പ ഭക്തരാണ്. അവർക്ക് വിരിക്കാൻ ഒരു പായോ ശ്വസിക്കാൻ വിശുദ്ധ വായു ഉറപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ മുഖ്യമന്ത്രിയുടെ സൗകര്യത്തിന് യാതൊരു കുറവുമില്ല. ഗസ്റ്റ് ഹൗസ് നവീകരണത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി വാങ്ങിയത് 1 ലക്ഷം രൂപയുടെ കട്ടിലാണ്. പമ്പയിൽ അയ്യപ്പൻ ഉറങ്ങുന്നത് മണിമഞ്ചത്തിലാണെങ്കിൽ പമ്പയിലെ പുതിയ അയ്യപ്പൻ ഉറങ്ങുന്നത് ഭക്തരുടെ പണം കൊണ്ട് വാങ്ങിയ ലക്ഷങ്ങളുടെ കട്ടിലാണ്. ഇതിനെയാണ് നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. ഈ കട്ടിൽ വാങ്ങിയ ബില്ല് പോലും വിവാദത്തിലാണ്. പമ്പയിലെ ഗസ്റ്റ് ഹൗസ് നവീകരണത്തിനായി ചിലവാക്കിയ തുകയുടെ പകുതിയും മുഖ്യമന്ത്രിയുടെ ആഡംബരത്തിന് വേണ്ടിയായിരുന്നു എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഭക്ഷണത്തിന്റെ കണക്ക് നോക്കാം. സർക്കാർ രേഖകൾ പ്രകാരം പരിപാടിയിൽ ആകെ പങ്കെടുത്തത് 4000 പേരാണ്. എന്നാൽ രാത്രി ഭക്ഷണം കഴിച്ചത് 3000 പേരാണെന്ന് ബില്ല് എഴുതി വെച്ചിരിക്കുന്നു. സത്യത്തിൽ അവിടെ നടന്നത് എന്താണ്? അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പറയുന്നു 500 പേര് പോലും ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിരുന്നില്ല. പരിപാടിക്ക് എത്തിയതിൽ പോലും 500 പേര് ഉൾപ്പെട്ടിട്ടില്ല. ബാക്കി 2500 പേരുടെ വയർ നിറഞ്ഞത് കടലാസിലെ ബില്ലുകളിലൂടെയാണ്. ഈ ഭക്ഷണത്തിന് വേണ്ടി ഈടാക്കിയ തുക കണ്ടാൽ നിങ്ങൾ അന്തം വിടും. ഒരു സാധാരണ സദ്യക്ക് നൽകേണ്ട തുകയുടെ 5 ഇരട്ടിയാണ് ഇവിടെ ഈടാക്കിയിരിക്കുന്നത്. അഴിമതിയുടെ അങ്ങേയറ്റം നടന്നത് ഉപഹാര കിറ്റ് വിതരണത്തിലാണ്. 50 ലക്ഷം രൂപയുടെ കിറ്റുകൾ വിതരണം ചെയ്തു എന്നാണ് ബോർഡ് പറയുന്നത്. 500 പേർ പോലും പങ്കെടുക്കാത്ത പരിപാടിയിൽ 5000 പേർക്ക് കിറ്റ് കൊടുത്തു എന്ന് കള്ളക്കണക്ക് എഴുതി. എന്തായിരുന്നു ഈ കിറ്റിൽ ഉണ്ടായിരുന്നത്? ശബരിമലയിൽ നിന്ന് ഭക്തർക്ക് പ്രസാദമായി ലഭിക്കുന്ന അപ്പവും അരവണയും. ഇത് ഫ്രീ ആയി കിട്ടുന്ന സാധനമാണ്. പക്ഷേ ഈ കിറ്റിൽ വെച്ച് ഓരോ കിറ്റിനും 1000 രൂപ വീതം ഈടാക്കി. അതായത് അയ്യപ്പന്റെ പ്രസാദം പോലും നേതാക്കളുടെ ബിനാമികൾ വിറ്റ് കാശാക്കി. ഇതുകൊണ്ടും തീർന്നില്ല. ബാക്കി വന്ന കിറ്റുകൾ തമിഴ്നാട്ടിലെ ഒരു ആളൊഴിഞ്ഞ പറമ്പിൽ തള്ളിയ നിലയിൽ കണ്ടെത്തി. ഭക്തർ പവിത്രമായി കാണുന്ന പ്രസാദം പോലും കുപ്പത്തൊട്ടിയിൽ എറിഞ്ഞാണ് ഇവർ അഴിമതി നടത്തിയത്. ഇതിൽ കൂടുതൽ എന്ത് ക്രൂരതയാണ് വേണ്ടത്? ഭക്തർ ശബരിമലയിൽ വരുന്നത് ലളിത ജീവിതം നയിക്കാനാണ്. എന്നാൽ ഈ സംഗമത്തിന് വന്ന VIP-കൾ താമസിച്ചത് എവിടെയാണെന്ന് നോക്കാം. താജ് കുമരകം 5.5 ലക്ഷം രൂപ, ഗോകുലം ഗ്രാൻഡ് 12.25 ലക്ഷം രൂപ, വൈൽഡ് മിസ്റ്റർ ഹോം സ്റ്റേ ലക്ഷങ്ങൾ, ബാർ അറ്റാച്ച്ഡ് ഹോട്ടലുകൾക്ക് വരെ ലക്ഷങ്ങളാണ് ദേവസ്വം ബോർഡ് വാടക നൽകിയത്. അതായത് അയ്യപ്പനാണ് ബാർ അറ്റാച്ച്ഡ്. അതായത് ശബരിമലയിലെ വിശ്വാസിയായ സ്വാമിമാർക്കാണ് ബാർ അറ്റാച്ച്ഡ് റൂം. മദ്യവർജനത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന സർക്കാരിന്റെ പ്രതിനിധികൾ ബാറുള്ള ഹോട്ടലുകളിൽ പോയി താമസിച്ച് അയ്യപ്പ സംഗമം നടത്തി. ഇതാണോ തത്വമസി? ഇതിന് പണം നൽകിയത് സാധാരണ ഭക്തർ കാണിക്കയായി നൽകിയ പണത്തിൽ നിന്നാണ്. 2 കോടി രൂപ സ്പോൺസർഷിപ്പായി കിട്ടിയെന്ന് സർക്കാർ അവകാശപ്പെടുന്നു. എന്നാൽ ആര് നൽകിയെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. ഓഡിറ്റർ ചോദിച്ചപ്പോൾ ഒരു ലിസ്റ്റും ഹാജരാക്കാൻ ബോർഡിന് കഴിഞ്ഞിട്ടുമില്ല.
സ്പോൺസർഷിപ്പ് കിട്ടുന്നതിന് മുമ്പേ ദേവസ്വം ബോർഡ് സ്വന്തം ഖജനാവിൽ നിന്നും 2 കോടി രൂപ അഡ്വാൻസ് നൽകി. ഈ പണം ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല. ഇതൊരു തരം മണി ലോണ്ടറിംഗ് ആണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. കോടതിയിൽ റിപ്പോർട്ട് നൽകാനുള്ള ധൃതിയിലാണ് പിശകുകൾ ഉണ്ടായതെന്ന ബോർഡിന്റെ വാദം അഴിമതി മറയ്ക്കാനുള്ള വെറും തന്ത്രം മാത്രമാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ക്ഷേത്ര ഭരണവുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ സ്ഥിതി പരിതാപകരമാണ്. ഈ ക്ഷേത്ര കാര്യത്തിൽ മാത്രമല്ല, കേരളത്തിന്റെ സ്ഥിതിയെ പരിതാപകരമാണ്. തിരുപ്പതിയിലോ വൈഷ്ണോ ദേവിയിലോ ഇത്തരമൊരു അഴിമതി നടന്നാൽ അവിടുത്തെ ജനങ്ങൾ സഹിക്കുമോ? എന്നാൽ കേരളത്തിൽ ഭക്തിയുടെ മറവിൽ പാർട്ടി വളർത്താനാണ് ശ്രമം നടക്കുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു വിജിലൻസ് അന്വേഷണം നടന്നാൽ ഊരാളുങ്കലും ദേവസ്വം ബോർഡും ഒരുപോലെ പ്രതിക്കൂട്ടിലാകും. ഇത് മനസ്സിലാക്കിയാണ് വിജിലൻസ് കേസ് ഒഴിവാക്കാൻ അണിയറ നീക്കങ്ങൾ നടക്കുന്നത്. ഓഡിറ്ററെ ഭീഷണിപ്പെടുത്തി റിപ്പോർട്ട് മാറ്റി എഴുതിക്കാൻ ശ്രമം നടക്കുന്നു. പക്ഷേ സത്യം മൂടി വെക്കാൻ കഴിയില്ല. ഈ വിവാദം മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നും വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തങ്ങൾക്കെതിരെ വരുന്നത് തടയാനായി നോക്കുമ്പോഴാണ് ഈ പുതിയ ആപത്ത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാറിനെ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച് അതൃപ്തി അറിയിച്ചതായിട്ടാണ് വിവരം. സത്യാവസ്ഥ പുറത്തു വന്നാൽ വിശ്വാസികൾ സർക്കാരിനെ തൂത്തെറിയുമെന്ന് അവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ മാസം 17 ചേരുന്ന ബോർഡ് യോഗം ഈ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമം എന്നത് സത്യത്തിൽ ഒരു കൊള്ളയായിരുന്നു എന്ന് വ്യക്തമായി കഴിഞ്ഞു. നമുക്ക് മുമ്പേ അറിയാമായിരുന്നു, എങ്കിലും ഇത്രയും വലിയൊരു കൊള്ള പ്രതീക്ഷിച്ചില്ല. ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെയാണ് ഈ കൊള്ളയും. ഭക്തിയെയും വിശ്വാസത്തെയും രാഷ്ട്രീയ നേട്ടങ്ങൾക്കും സാമ്പത്തിക ലാഭത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ഇത്തരക്കാർക്ക് ജനങ്ങൾ നൽകുന്ന മറുപടി എന്തായിരിക്കും? GST നമ്പറില്ലാത്ത ബില്ലുകൾ, കണക്കില്ലാത്ത VIP ഭക്ഷണം, ഉപകരാറുകളുടെ അദൃശ്യരേഖകൾ. ഇതൊരു സംഭവമല്ല, ഇതൊരു വൻ കൊള്ളയാണ്. പമ്പയിൽ നമ്മൾ കണ്ടത് കേവലം ഒരു അഴിമതി മാത്രമല്ല, മറിച്ച് ഒരു ജനതയുടെ വിശ്വാസത്തിന് മേൽ നടത്തിയ ക്രൂരമായ കടന്നാക്രമണമാണ്. പണ്ട് വാഴ വെച്ചും കിറ്റ് കൊടുത്തും വോട്ട് പിടിച്ചവർ ഇന്ന് ആ കിറ്റിൽ പോലും കമ്മീഷൻ അടിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അയ്യപ്പന്റെ പ്രസാദത്തിൽ പോലും അഴിമതി നടത്തുന്ന ഈ ഒരു ഭരണകൂടം കേരളത്തിന് നൽകുന്ന സന്ദേശം ഒന്നേ ഉള്ളൂ: ഞങ്ങൾക്ക് പണം മാത്രമാണ് പ്രധാനം. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ വികസനത്തിന്റെ പാതയിൽ കുതിക്കുമ്പോൾ കേരളം അഴിമതിയുടെയും കടക്കെണിയുടെയും കാര്യത്തിൽ ഒന്നാമതാണ്. ഭക്തരുടെ പണം കൊണ്ട് ലക്ഷങ്ങളുടെ കട്ടിൽ വാങ്ങാനും ബാർ അറ്റാച്ച്ഡ് ഹോട്ടലുകളിൽ സുഖവാസം നടത്താനും ഇവർക്ക് യാതൊരു മടിയുമില്ല. സാധാരണക്കാരൻ പെൻഷനും ശമ്പളവും ഇല്ലാതെ വലയുമ്പോൾ, വിലക്കയറ്റത്തിൽപ്പെട്ട് ഉഴയുമ്പോൾ ഭരണാധികാരികൾ പമ്പയിൽ മഹാമഹങ്ങൾ സംഘടിപ്പിച്ച് കോടികൾ മുക്കുകയാണ്. പിണറായി സർക്കാരിന്റെ ഈ അഴിമതി മോഡൽ കേരളത്തിന്റെ നട്ടിൽ ഒടിച്ചിരിക്കുകയാണ്. അത് കേരളം നമ്പർ 1 ആണ്. എന്തിന്റെ കാര്യത്തിൽ? അഴിമതിയുടെ കാര്യത്തിൽ. ഇനിയും ഇത് തുടരണോ? ഒരു തവണ നമ്മൾ വിശ്വസിച്ചു, 2ാം തവണയും അവസരം നൽകി. പക്ഷെ അയ്യപ്പന്റെ മണ്ണിൽ പോലും ഈ രീതിയിലുള്ള പകൽക്കൊള്ള നടത്താൻ ധൈര്യം കാണിക്കുന്ന ഈ സർക്കാർ ഇനിയും തിരികെ വരുന്നത് കേരളത്തെ വലിയൊരു നാശത്തിലേക്ക് മാത്രമേ നയിക്കൂ. കടക്ക് പുറത്തുനിന്ന് മുഖ്യമന്ത്രി ജനങ്ങളോട് പറയുമ്പോൾ ജനങ്ങൾക്ക് തിരിച്ചു പറയാനുള്ളത് ഇതാണ്: പിണറായി സർക്കാരെ, നിങ്ങളുടെ ഈ കൊള്ളയും കൊള്ളിവെപ്പും മതിയായി. ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകാതിരിക്കട്ടെ. ഇനിയും നമ്മൾ കണ്ടുമുട്ടാതിരിക്കട്ടെ. കേരളത്തിന്റെ ഐശ്വര്യവും വിശ്വാസവും സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ ഭരണകൂടം പടിയിറങ്ങുക തന്നെ വേണം. ഭക്തിയെ വിറ്റ് കാശാക്കുന്ന, ഭക്തിയെ മുതലെടുത്ത് കൊള്ളയടിക്കുന്ന, നിയമത്തെ നോക്കുകുത്തിയാക്കുന്ന, സുതാര്യതയെ ഭയപ്പെടുന്ന ഈ സർക്കാരിനെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിൽ എറിയേണ്ട കാലമൊക്കെ എന്നോ അതിക്രമിച്ചിരിക്കുന്നു. ശബരിമലയിലെ ഓരോ മണൽത്തരിയും സാക്ഷിയായി നടന്ന ഈ വഞ്ചനയ്ക്ക് കാലം തീർച്ചയായും മറുപടി നൽകും. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക, എല്ലാവരിലേക്കും അയക്കുക, പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.